ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മളെ ആ പാഠം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എല്ലാ മക്കളും നല്ലതുപോലെ വായിക്കുക ആ പാഠം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതാൻ നല്ല എളുപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏദൻ തോട്ടം. 11ാമത്തെ ലെസൺ ഏദൻ തോട്ടം. അപ്പോൾ ഏദൻ തോട്ടത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയുക? അറിയോ എന്തെങ്കിലും? എന്താണ് അതിര? എന്തെങ്കിലും പറയാനുണ്ടോ ഏദൻ തോട്ടത്തിനെ കുറിച്ച്? ഒരു മനോഹരമായ തോട്ടമാണ്. മനോഹരമായ തോട്ടമാണ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്. ജാതികൾ ഉണ്ടാവും. ആ, പിന്നെയോ? അടുത്ത ജുവാൻ എന്തെങ്കിലും ആധികാരികമായി പറയുന്നുണ്ടോ? നിങ്ങൾ തോട്ടത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല? ബൈബിളിൽ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ജുവാൻ ജസ്റ്റസേ, ഇന്ന് നീയും വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഏദൻ തോട്ടം. എന്തൊക്കെയാ കേട്ട മോള്? ഏദൻ തോട്ടമാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തോട്ടം. ലോകത്തിലെ ആദ്യത്തെ തോട്ടമാണ് ഏദൻ തോട്ടം. നെക്സ്റ്റ് വേറെ മാത്രല്ല ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് തന്നെ ഇങ്ങനെ ബൈബിളിൽ അതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ലേ എന്നാണ് ഉണ്ട് അല്ലെ? അപ്പൊ ഏദൻ തോട്ടം ജസ്റ്റസ് എവിടെയായിരുന്നു? അയ്യോ, സുന്ദരനല്ലാ തോന്നി ജസ്റ്റസിന്, അതുകൊണ്ട് സുന്ദരനാവാൻ പോയതാ. ഓക്കെ, സൂപ്പറാണ്, സുന്ദരനാണ് അല്ലെങ്കിലും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഏദൻ തോട്ടം അല്ലെ? ഏദൻ തോട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇനി ആർക്കെങ്കിലും? നല്ല സ്ഥലമാണ് ഏദൻ തോട്ടം. അപ്പൊ നമ്മൾ ബൈബിളിലൊന്നും പഠിക്കുന്നില്ല ഏദൻ തോട്ടത്തിനെ പറ്റി? നിങ്ങൾ കേട്ടിട്ടില്ല? ബൈബിള് ഏദൻ തോട്ടത്തിനെ കുറിച്ച് തുടങ്ങുന്നത്. അതെ അല്ലേ? ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിലെ ആദി മാതാപിതാക്കളായ ആര്? പണ്ട് ആദ്യം ഒരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അത് ബൈബിളിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അല്ലേ? ആദവും അവയുമാണ് ആദി മാതാപിതാക്കൾ എന്നാണ് സങ്കല്പം അല്ലെ? അപ്പോ ഇതും മിത്തോളജി ആണോ എന്ന് ചോദിക്കരുത് കേട്ടോ ജുവാന. അങ്ങനെയാണ് സങ്കല്പം. ഞാനായിരുന്നില്ല ആദവും അവയും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 പേരുണ്ടായിരുന്നു. ആദ്യ മാതാപിതാക്കൾ, അച്ഛനമ്മമാരായിരുന്നു. ആര്? ആദവും അവയും അല്ലെ? ആദവും അവയും ആഹ്ലാദ ചിത്തരായി ജീവിച്ചിരുന്ന തോട്ടമാണ് ഏത്? കമനീയമായ സുന്ദരമായ പ്രദേശമാണ് ഏത്? നമ്മുടെ ഏദൻ തോട്ടം അല്ലെ? അപ്പൊ ഏദൻ തോട്ടം ഏതാണ്? ആദവും അവയും വിഹരിച്ചിരുന്ന തോട്ടമായിരുന്നു ഏത്? ഏദൻ തോട്ടം അല്ലെ? അവിടുന്നാണ് അവര് വിലക്കപ്പെട്ട കനികൾ ഭക്ഷിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞ? എന്താണ് വിലക്കപ്പെട്ട കനികൾ എന്ന് പറഞ്ഞാല്? അരുതാത്തത്, കഴിച്ചുകൂടാത്ത കനി. ഏതോ ഒരു സിനിമയിൽ നമ്മളോട് ഏതാ സിനിമ? മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്, കണ്ണ് കാണാതെ കാണിക്കുന്നതാണ് ഗുരു അല്ലെ? ഗുരുവില്. അപ്പൊ വിലക്കപ്പെട്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് അല്ലെ? കണ്ണ് കാണാണ്ടാവുന്നാണ് അവിടെയുള്ള വിശ്വാസം. പക്ഷെ അത് വെറും എന്താ പറയാ, മിഥ്യാധാരണയായിരുന്നു. കണ്ണ് ആ കുരു കഴിച്ചാലാണ് കണ്ണ് കാണുക. അപ്പൊ അവിടെ ഒരു വിശ്വാസം അങ്ങനെ ആയിരുന്നു പരത്തിയത്. അപ്പൊ അത് മോഹൻലാൽ കൊടുത്തതിനോടെയാണ് അവിടുത്തെവർക്ക് അപ്പൊ അതുപോലെ കാഴ്ച തിരിച്ചിട്ട് അപ്പൊ അത് കൊടുക്കാതിരിക്കുന്നോണ്ടാണ് അവിടുത്തെ കാര്യങ്ങള് കുട്ടികൾ ഇങ്ങനെ കാഴ്ച ഇല്ലാത്തവരായി വരുന്നത്. അപ്പോ വിഷക്കനിയാണ്, അത് കഴിച്ചുകൂടാന്നുള്ളൊരു ധാരണയായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണ് ആ ഗുരു എന്ന സിനിമയിൽ പറഞ്ഞത്. അതുപോലെയുള്ള സംഭവമാണ് ഇവിടെയും പറയുന്നത്. എന്താണ് പറയുന്നത്? വിലക്കപ്പെട്ട കനി കഴിച്ചതോടുകൂടിയാണ് ആദവും അവയ്ക്കും എന്താണ് അറിവ് കിട്ടിയത് അല്ലെ? പല കാര്യങ്ങളിലുള്ള അറിവ് കിട്ടിയത്. അപ്പൊ അവര്, അതായത് ആദി മാതാപിതാക്കളായ ആദവും അവയും വിഹരിച്ചിരുന്ന പ്രദേശമാണ് ഏത്? കമനീയമായ സുന്ദരമായ പ്രദേശമാണ് ഏത്? ഏദൻ തോട്ടം അല്ലെ? ബൈബിളിൽ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട് അല്ലേ? ഉണ്ട് ഇല്ലേ?
ബൈബിള് വായിക്കുന്ന പലരും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, എന്നിട്ടും അതിൽ നിന്ന് കൂടുതലൊന്നും കിട്ടുന്നില്ല അല്ലേ? അപ്പോ ദൈവം വിലക്കിയിരുന്ന, അതായത് വിലക്കപ്പെട്ട കാര്യം, ദൈവം നമ്മുടെ ഗോഡ്, ദൈവം അല്ലെ, ദൈവമാണ് എല്ലാം. അപ്പൊ ആ ദൈവം എന്ത് ചെയ്തു? വിലക്കി അല്ലേ? ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെ അത് കഴിക്കരുത് എന്ന് വിലക്കി. വിലക്കിയിരുന്ന കനി തിന്നതിനെ തുടർന്ന് എന്ത് ചെയ്തു? ആദത്തിനും അവ്വയ്ക്കും ഏദൻ തോട്ടം നഷ്ടമായി. അപ്പൊ ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ കമനീയമായ സുന്ദരമായ പ്രദേശമാണ് അല്ലേ? അപ്പോ അവിടെ വിഹരിച്ചിരുന്ന ആദവും അവ്വയും വിലക്കപ്പെട്ട കനി കഴിച്ചതോടുകൂടി അവിടുന്ന് ഔട്ടായി അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് വേണ്ടാതീന് എന്തെങ്കിലും കാണിച്ച് നമ്മളെ ഔട്ടാക്കും അല്ലേ, പുറത്താക്കും. അത് മനസ്സിലായല്ലോ? സുന്ദരവും മനനീയവുമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഭവനം അല്ലേ? ബൈബിളിൽ മാത്രല്ല ഖുർആനിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അതെ, സത്യമാണ്. നമ്മുടെ ഇതിൽ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഏകദേശം പറയുന്നുണ്ട് അത് അല്ലേ? അതൊരു പഴയ കാര്യം തന്നെയാണ്. സത്യമായി അങ്ങനെയാണ് ഇന്ന് കാണുന്ന നമ്മുടെ ലോകം ഉണ്ടായത്. അല്ലെങ്കിൽ ആദയും അവയിലും ഒടുങ്ങുമായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ വിലക്കപ്പെട്ട കനി തിന്നത് കൊണ്ട് ദൈവം ശപിക്കുന്നു, നിങ്ങൾ ഇവിടുന്ന് ബഹിഷ്കൃതരാവട്ടെ, പുറത്താവട്ടെ എന്ന് ദൈവം ശപിച്ചു. അപ്പോ ബഹിഷ്കൃതരാകാൻ വേണ്ടി ദൈവം നിർദ്ദേശിച്ചു. അതായത് അത്രയും സുന്ദരമായിരിക്കാം അല്ലേ അത്, അതുകൊണ്ട് അതിൽ നിന്ന് അവരെ പുറത്താക്കി അല്ലെ? അതോടെ ഏദൻ തോട്ടം ആർക്ക്? ആദമിനും അവ്വയ്ക്കും നഷ്ടമായി. അങ്ങനെ അതോടെ അവരുടെ ജീവിതത്തിൽ എന്തായി? ദുഃഖവും ദുരിതവും വന്നു ചേർന്നു അല്ലെ? അവർ വിലക്കപ്പെട്ട കനി കഴിച്ചതോടുകൂടി അവരിലേക്ക് പല കാര്യങ്ങളും അറിയാനിടയായി. അതോടുകൂടി അവർക്ക് ദുഃഖവും ദുരിതവും വന്നു അല്ലെ? അപ്പോ നമ്മളിപ്പം എന്താ പറയാ, 2 തടി മാത്രമാണെങ്കിൽ നമുക്ക് ദുഃഖവും ദുരിതവും ഉണ്ടാവില്ല. നമുക്ക് മക്കളാവുക, അവരെ വളർത്തുക, അവരെ വലുതാക്കുക, ടെൻഷൻ അടിക്കുക, ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് കൂടുതൽ ബന്ധങ്ങളിലെ എന്താ പറയാ, അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ദുഃഖപൂർണ്ണമാവുക അല്ലെ നമ്മുടെ ജീവിതം? നമ്മൾ ഒറ്റത്തടിയാണെങ്കിൽ നമുക്ക് ആരെ പറ്റി ആവലാതെ പഠിക്കപ്പെടേണ്ട, പക്ഷെ അതൊരു സുഖമുള്ള ജീവിതം അല്ല അല്ലേ? ഏദൻ തോട്ടത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിന്നതാണെങ്കിലും അവർക്ക് വിലക്കപ്പെട്ട കനി കഴിക്കാൻ തോന്നി. അങ്ങനെ അവരെന്ത് ചെയ്തു? ദുഃഖവും ദുരിതവും കഴിയേണ്ടി വന്നു അല്ലെ? ഏദൻ തോട്ടം നഷ്ടമായതോടുകൂടി അവര് ദുഃഖവും ദുരിതവും അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് ഏദൻ തോട്ടം, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോ കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടേതാണ് ഈ ഏദൻ തോട്ടം എന്ന ഈ പോയം അല്ലേ? അപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം, ശ്രദ്ധിക്കാം. ശ്രീ യേശുവിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമായൊരു മഹാകാവ്യം രചിച്ചത് ആരാണ്? കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. 1859 ഫെബ്രുവരി 24 ജനിച്ചു. ശ്രീ യേശു വിജയം, മഹാകാവ്യം, ഒലിവേർ വിജയം, സാറാ വിവാഹം, എസ്തേർ ചരിത്രം തുടങ്ങിയവയാണ് മുഖ്യ കൃതികൾ. 1936 നവംബർ 29 അന്തരിച്ചു അല്ലെ? അദ്ദേഹം അന്തരിച്ചു. അപ്പോ കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടേതാണ് ഈ ഏദൻ തോട്ടം എന്ന ഈ പോയം. ശ്രദ്ധിക്കുക. പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടുമസ്ഥലം, പച്ചപ്പട്ട് വിരിച്ചോരു മച്ചകം പോലെ മഞ്ജുളം, ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം, ഇണങ്ങും കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം, മരങ്ങളിലിരുന്നോരോ തരം പക്ഷികൾ എപ്പോഴും മരന്തമഞ്ചിടും ചാരുസ്വരത്താൽ പാടുമിമ്പമായി, മലർതൻ മധുവുണ്ടുണ്ട് വലഞ്ഞു മധുപാളികൾ, ബലമറ്റു ചിരിക്കുന്നു നിലതെറ്റിയ മാതിരി, തളരാതെ തളിർക്കൂട്ടം വിളങ്ങും പൂക്കളെന്നിവ ഇളം തെന്നൽ ചലിപ്പിച്ചു വിളയാടുന്നതെങ്ങുമേ, അഴകോടമരും നല്ല തഴപ്പേറുന്ന വാഴയിൽ അഴലേശാതി ഇരുന്നുണ്ണാൻ പഴം തിന്നുന്നതെപ്പോഴും അല്ലെ? എത്രയാണ് വരികളുള്ളത്. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി വായിക്കാം. പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടുമസ്ഥലം, പച്ചപ്പട്ട് വിരിച്ചോരു മച്ചകം പോലെ മഞ്ജുളം. പിന്നെന്താ പറയുന്നത്? ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം, ഇണങ്ങും കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം, മരങ്ങളിലിരുന്നോരോ
തരം പക്ഷികളെ മരങ്ങളിലിരുന്നോരോ തരം പക്ഷികളെപ്പോഴും മരന്തമഞ്ചിടും ചാരുസ്വരത്താൽ പാടും ഇമ്പമായി. മലർതൻ മധുവുണ്ടുണ്ട് വലഞ്ഞു മധുപാളികൾ ബലമറ്റു ചിരിക്കുന്നു നിലതെറ്റിയ മാതിരി. തളരാതെ തളിർക്കൂട്ടം വിളങ്ങും പൂക്കൾ എന്നിവ ഇളം തെന്നൽ ചലിപ്പിച്ചു വിളയാടുന്നിതെങ്ങുമേ. അഴകോടമരും നല്ല തഴപ്പേറുന്ന വാഴയിൽ അഴലേശാതിരുന്നുണ്ണാൻ പഴം തിന്നുന്നതെപ്പോഴും. അത്രയാണ് വരികൾ. എന്താണ് പറഞ്ഞിനി? പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടും അസ്ഥലം. അല്ലെ? പച്ചപ്പുല്ലണി പൂണ്ടേറ്റം, ഏറ്റം ഏറ്റവും അധികം, മെച്ചമായിടും അസ്ഥലം മെച്ചമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെ? അപ്പൊ പച്ചപ്പുല്ലണി പൂണ്ടേറ്റം, പച്ചപ്പുല്ലണികള് പുല്ലുകള് പൂണ്ട് ഏറ്റം ഭംഗിയായിട്ടാണ് അവിടെ മെച്ചമായി മെച്ചമായി പറഞ്ഞാൽ നല്ലതായിട്ട് ഇരിക്കുന്ന ആ സ്ഥലം പച്ചപ്പട്ട് വിരിച്ചോരു മച്ചകം പോലെ മഞ്ജുളം. മച്ചകം എന്താണ് അർത്ഥം? മച്ചകം മേൽത്തട്ടുള്ള മുറിയാണ് മച്ചകം. അല്ലെ? മച്ചകം മേൽത്തട്ടുള്ള മുറി. ജുവാന അവിടെ എന്താ ജുവാന എടുക്കുന്നത്? ജുവാന നമ്മൾ എന്താ പറഞ്ഞത്? മച്ചകം. മേൽത്തട്ടുള്ള മുറിക്കാണ് എന്ത് പറയുക? മച്ചകം എന്ന് പറയുന്നത്. അല്ലെ? മേൽത്തട്ടുള്ള മുറി, അതാണ് മച്ചകം. അപ്പോ മച്ചകം പോലെ മഞ്ജുളം. അപ്പൊ അതുപോലെ എങ്ങനെയാ മഞ്ജുളം? മഞ്ജുളം എന്താ അർത്ഥം? മനോഹരം. അല്ലെ? മഞ്ജുളം മനോഹരം. അപ്പോ എന്താ ആദ്യത്തെ ലൈനിൽ പറഞ്ഞത്? പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടും അസ്ഥലം പച്ചപ്പട്ട് വിരിച്ചോരു മച്ചകം പോലെ മഞ്ജുളം. മച്ചകം എന്ന് പറഞ്ഞ മേൽത്തട്ടുള്ള മുറിക്കാണ് പറയുന്നത്. മഞ്ജുളം മനോഹരം. പിന്നെന്താ പറഞ്ഞത്? ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം. ഗുണവും മണവും സ്വാദും ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. ഗുണം അർത്ഥം അറിയാ, മണം സ്വാദ്. ഗണനീയാഭയും സമം. അല്ലെ? ഗണനീയ ആഭ, ആഭ സൗന്ദര്യം, ശോഭ. അല്ലെ? അപ്പൊ ആഭയും സമം ഒരുപോലെയുള്ളത്. പിന്നെന്താ പറഞ്ഞത്? ഇണങ്ങും കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം. ഇണങ്ങും കായ്കളാൽ, കായ്കൾ കൊണ്ട് വൃക്ഷഗണം മിന്നുന്നു, വൃക്ഷങ്ങളൊക്കെ മിന്നുന്നു. മിന്നുന്നു പറഞ്ഞാൽ കായ്കനികൾ ഇഷ്ടം പോലെ ഉണ്ട് മരങ്ങളിൽ. അല്ലെ? നിസ്തുലം. പിന്നെന്താ പറഞ്ഞേ? മരങ്ങളിലിരുന്നോരോ തരം പക്ഷികളെപ്പോഴും. അപ്പൊ ഏദൻ തോട്ടത്തിന്റെ മനോഹാരിതയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയുള്ള സ്ഥലമാണെന്നാ പറഞ്ഞേ? പച്ചപ്പുല്ലണി പൂണ്ടേറ്റം, പച്ചപ്പുല്ലണിയൊക്കെ പൂണ്ട് ഏറ്റവും ഭംഗിയായി മെച്ചമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഏത്? ഏദൻ തോട്ടം. പിന്നെന്താ പറഞ്ഞത്? പച്ചപ്പട്ട് വിരിച്ചോരു, നല്ല പച്ചപ്പട്ട് വിരിച്ച പോലെ മേൽത്തട്ടുള്ള മുറി പോലെ ഭംഗിയായി കിടക്കുന്നുണ്ട്, മനോഹരമായി മഞ്ജുളാങ്കിയായി നിൽക്കുകയാണ് ഏത്? ആ സ്ഥലം. പിന്നെന്താ പറഞ്ഞത്? ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം ചേർത്ത. എങ്ങനെ? ഇണങ്ങും കായ്കളാൽ. അപ്പൊ ഗുണവും മണവും സ്വാദും ഒക്കെ ചേർത്ത് സമമായിട്ടുള്ള എന്ത്? ഇണങ്ങും കായ്കൾ നിറഞ്ഞ വൃക്ഷങ്ങളുണ്ട് അവിടെ. അല്ലെ? പിന്നെന്താ? അങ്ങനെ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ മിന്നുന്ന പോലെ നിൽക്കുകയാണ്, കായ്കൾ നിറഞ്ഞ്. പിന്നെന്താ പറഞ്ഞേ? മരങ്ങളിലിരുന്ന് ഓരോ തരം പക്ഷികൾ എപ്പോഴും ഓരോ തരം പക്ഷികളും അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അല്ലെ? പക്ഷികളും ഉണ്ട്. അതാണ് ആദ്യത്തെ ആ സ്റ്റാൻസിൽ, ആദ്യത്തെ ഒരു സ്റ്റാൻസിൽ പാരഗ്രാഫിൽ പറയുന്നത്. അത്ര പോലെയാണ് അതിൽ പറഞ്ഞത്. അപ്പൊ പിന്നെന്താ പറഞ്ഞേ? മരന്തമഞ്ചിടും ചാരുസ്വരത്താൽ പാടുമിമ്പമായി. മരന്തം തേനാണ് മരന്തം. അപ്പൊ മരന്തമഞ്ചിടും ചാരുസ്വരത്താൽ പാടുമിമ്പമായി. അപ്പോൾ എങ്ങനെ പാടുന്നേ? തേനിന്റെ ഇതുപോലെ, തേൻ നല്ല രസമുള്ള സാധനമാണ്, അതുപോലെ ആ തേനൂർന്ന സ്വരത്താൽ പാടും ഇമ്പമായി, ഇമ്പത്തോടെ പാടുന്ന മലർതൻ മധുവുണ്ടുണ്ട് വനഞ്ഞു മധുപാളികൾ.
അല്ലേ? പിന്നെന്നാ മലർദൻ, മലറി പൂവ് അല്ലേ? മധുവുണ്ട്, പൂവിൻ്റെ മധു തേൻ ഉണ്ട്. വലഞ്ഞു മധുപാളികൾ, മധുപാളികൾ എന്ന് പറഞ്ഞാൽ വണ്ട് അല്ലേ? മധുപം വണ്ടാണ്. വലഞ്ഞു മധുപാളികൾ ബലമറ്റു ചിരിക്കുന്നു നിലതെറ്റിയ മാതിരി അല്ലേ? ബലമറ്റു ചിരിക്കുന്നു, നിലതെറ്റിയ മാതിരി ചിരിക്കുന്ന ഏത് മധുപാളികൾ. അതിൻ്റെയൊക്കെ സൗണ്ടിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? വിളങ്ങും പൂക്കൾ എന്നിവ ഇളംതെന്നൽ ചലിപ്പിച്ച് വിളയാടുന്നതെങ്ങുമേ അഴകോടമരുന്നല്ല തഴപ്പേറുന്ന വാഴയിൽ അഴലേശാതിരുന്നുണ്ണാൻ പഴം തിന്നുന്നത് എപ്പോഴും. അപ്പോ ഏദൻ തോട്ടം മനോഹരമായ ഭംഗിയുള്ളതാണ്. അവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരന്തമഞ്ചിടും ചാരു സ്വരത്താൽ പാടും ഇമ്പമായി പാടുന്ന പക്ഷികളുണ്ട്. പിന്നെന്താ? മലർദൻ മധുവുണ്ടുണ്ട് വലഞ്ഞ മധുപാളികളുണ്ട്. പിന്നെന്താ? ബലമറ്റു ചിരിക്കുന്ന നിലതെറ്റിയ മാതിരി ചിരിക്കുന്നു അവരൊക്കെ. അപ്പൊ ഏദൻ തോട്ടം എല്ലാം കൊണ്ടും എങ്ങനെയുള്ളതാണെന്നാ പറഞ്ഞത്? ഭംഗിയുള്ളതാണ്, വളരെ ഭംഗിയുള്ളതും കായികനികൾ നിറഞ്ഞതും. അതായത് എന്താ പറയാ, മൊത്തം സമ്പൽ സമൃദ്ധമാണ് അല്ലേ? അവിടെ കാണാനും കേൾക്കാനും കിട്ടുന്നതും ഒക്കെ എങ്ങനെയുള്ളതാണ്? വളരെ എന്താ പറയാ, നല്ല കമനീയമായ പ്രദേശമാണ്, സുന്ദരമായ പ്രദേശമാണ് ഏദൻ തോട്ടം എന്നർത്ഥം. അപ്പോ പിന്നെന്താ പറഞ്ഞേ? തഴപ്പേറുന്ന വാഴയിൽ, തഴപ്പ് എന്താ അർത്ഥം? അവിടെ പറയുന്നുണ്ട് വളർച്ച. തഴപ്പേറുന്ന വാഴയിൽ, പിന്നെന്താ പറഞ്ഞേ? വളർച്ചയുള്ള വാഴയില് പഴം തിന്നുന്നത് എപ്പോഴും. അപ്പോൾ വാഴയിലൊക്കെ പഴങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയും എന്താ പറയാ, കമനീയമാണ് ഏദൻ തോട്ടം എന്നാണ് പറഞ്ഞത്. ഏദൻ തോട്ടത്തിന്റെ കുറേ വിശേഷണങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ആ പാഠം അല്ലേ? അപ്പോ ഏദൻ തോട്ടത്തില് ആണ് ആദ്യ മാതാപിതാക്കളായ ആദവും അവയും ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോ ആദവും അവയും വിലക്കപ്പെട്ട കനി കഴിച്ചതോടുകൂടി എന്താണ് അവര് ഏദൻ തോട്ടത്തിന്, അതായത് സ്വർഗം പോലെയുള്ള ഏദൻ തോട്ടത്തിൽ നിന്നും, സ്വർഗത്തിൽ നിന്നും ബഹിഷ്കൃതരായി എന്നാ പറയുന്നത്. അപ്പൊ സ്വർഗം പോലെയാണ് ഏദൻ തോട്ടം എന്നർത്ഥം. അപ്പോ അതോടെ അവർക്ക് ദുരിതവും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചറിയാനിടയായി അല്ലേ? ഓക്കെ, അതാണ് ഏദൻ തോട്ടത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടും അസ്ഥലം പച്ചപ്പട്ട് വിരിച്ചോരു മച്ചകം പോലെ മഞ്ജുളം ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം ഇണങ്ങും കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം. മരങ്ങളിൽ ഇരുന്നോരോ തരം പക്ഷികൾ എപ്പോഴും മരന്തമഞ്ചിടും ചാരു സ്വരത്താൽ പാടുമിമ്പമായി. മലർദൻ മധുവുണ്ടുണ്ട് വലഞ്ഞു മധുപാളികൾ ബലമറ്റു ചിരിക്കുന്നു നിലതെറ്റിയ മാതിരി. തളരാതെ തളിർക്കൂട്ടം വിളങ്ങും പൂക്കൾ എന്നിവ ഇളം തെന്നൽ ചലിപ്പിച്ച് വിളയാടുന്നതെങ്ങുമേ അഴകോടമരും നല്ല തഴപ്പേറുന്ന വാഴയിൽ അഴലേശാതിരുന്നുണ്ണാൻ. അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥേ. അഴലേശാതിരുന്നുണ്ണാൻ പഴം തിന്നുന്നതെപ്പോഴും. അപ്പൊ അവർക്ക് ദുഃഖവും വിശപ്പും ഒന്നും അറിയേ വേണ്ട, എല്ലാം കൊണ്ടും സമ്പൽസമൃദ്ധമാണ് ഏദൻ തോട്ടം. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനും സന്തോഷമാണ് അല്ലേ? ഒന്നും എവിടെയും പോകണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഏദൻ തോട്ടത്തിനെ കുറിച്ച് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ആദവും അവയുടെ എല്ലാം കാര്യം കുറെ കഥ പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴാണ് പറഞ്ഞു തരേണ്ടത്. ആദത്തിന്റെയും അവയുടെയും വിലക്കപ്പെട്ട കനി കഴിച്ചതും അതിന് പിന്നീടുണ്ടായ, അങ്ങനെയാണ് നമുക്ക് മനുഷ്യ വർഗങ്ങൾ തന്നെ ഉണ്ടാവുന്നത്. അവര് ആദ്യം മനുഷ്യന്മാർ എന്താ പറയാ, ഒന്നും അറിയാത്തവരായിരുന്നു. അതിനുശേഷം ഈ വിലക്കപ്പെട്ട കനി കഴിച്ചതോടുകൂടി അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു അല്ലേ? അപ്പൊ അവര് പല കാര്യങ്ങളും അറിയാൻ ഇടവരുന്നു, അതായത് ദുരിതപൂർണമായ ജീവിതം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ ആ ഒരു ഏജ് എത്തുന്നതേ ഉള്ളൂ, അപ്പൊ അതിൻ്റെ ഒരു കഥ ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ നിന്ന് പഠിച്ച ഏദൻ തോട്ടം, ഇതിനെ ഇനിയിപ്പോൾ ഈ ഏദൻ തോട്ടത്തിനെ കുറിച്ചും ആദവും അവയെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും ഇനി.
മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ജസ്റ്റ് മിസ് ഇത്ര പറഞ്ഞത് ഓർമ്മിക്കണം എന്ന്, അതും അവയും. അപ്പം നിങ്ങൾക്കിപ്പോൾ ആ ഒരു എത്രയേ ആയുള്ളൂ, ജസ്റ്റ് നല്ലപോലെ മനസ്സിലാക്കി തരാനായില്ല. ഓക്കെ, അപ്പം നമുക്ക് ഏതൻ തോട്ടവും ആദവും അവയും ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഇത് ആയി അല്ലേ. ഓക്കെ, അപ്പോൾ ഏതൻ തോട്ടം എന്ന് ഈ പാഠഭാഗം ആരാ ഒന്ന് വായിക്കുന്നത് വൃത്തിക്ക്? ഒന്ന് ജുവാന വായിച്ചേ. ജുവാന ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ മോളെ. വായിച്ചു. ജുവാന വായിക്കാൻ തുടങ്ങിയോ? കേൾക്കുന്നില്ല. ഹെഡ്ഫോൺ എടുത്ത് മാറ്റാൻ പറ. ഹെഡ്ഫോൺ മാറ്റി നോക്കിയേ മോളെ, വായിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. കേൾക്കുന്നില്ല ഇപ്പൊ മോള് വായിക്കുന്നത്. കേൾക്കുന്നില്ല. അപ്പൊ ഹെഡ്ഫോണിന്റെ എല്ലാം മിസ്റ്റേക്ക്, അതും കേൾക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആരാ ഒന്ന് വായിക്കും? അത് ജുവാനിനെ വായിപ്പിക്കാനേ പറ്റുന്നില്ല എപ്പോഴും. ജീവ ഒന്ന് വായിച്ചേ. ജീവ ഏത് നിമിഷം ചിലപ്പം കട്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് വേഗം വായിച്ചിട്ട്. ഏതൻ തോട്ടം. പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിട്ടു മസ്തലം. പച്ച പട്ടു വിരിച്ചൊരു മച്ചകം പോലെ മഞ്ജുളം. ഗുണവും മണവും സ്വാദും ഗണനീയമായും സമം. ഇണങ്ങിയും കായ്കളാൽ ഇണങ്ങും കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം. മരങ്ങളിലിരുന്നൊരു തരം പക്ഷികളെപ്പോഴും മരന്തമഞ്ചിടും ചാരു സ്വർഗത്താൽ ചാരു ഭംഗിയുള്ള സ്വരം. അറിയില്ലേ? സ്വരത്താൽ പാടുമിമ്പയായി മലർത്തൻ മധുവുണ്ടുണ്ടു വലഞ്ഞു മധുപാളികൾ ബലമറ്റു ചിരിക്കുന്നു. നില തെറ്റിയ മാതിരി തളരാതെ തളിർക്കൂട്ടം വിളങ്ങും പൂക്കളെന്നിവ ഇളം തെന്നൽ ചലിപ്പിച്ചു വിളയാടുന്നതെങ്ങുമേ അഴകൂടമരും നല്ല തഴപ്പേഴുന്ന വാഴയിൽ അഴലേശാതിരുന്നുണ്ണാൻ, അഴയില് ദുഃഖമില്ലാതെ ഇരുന്നുണ്ണാൻ. പഴം തിന്നുന്നതെപ്പോഴും. ഓക്കെ, ഇപ്പൊ ജീവ വായിക്കാത്തതിന് ഒരു കുറവുണ്ട് ചെറിയ. കഴിഞ്ഞ വർഷം നല്ലപോലെ വായിച്ച കുട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹലീമ ഫുള്ള് പഠിച്ചിട്ടുണ്ടെന്നാണ് മെസ്സേജ് അയച്ചത് എനിക്ക്. ഹലീമ വായിച്ചോ. മിസ് ഞാൻ ഫുൾ പഠിച്ചു. വായിച്ചില്ലേ മോനെന്നേ? ഒരു ഓഡിയോ ക്ലിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടോ അതും തന്നില്ല അല്ലേ ഹെവനെ? ഞാൻ കേട്ടില്ല. ഓക്കെ, ഹലീമ വായിക്കേ. എനിക്ക് ഹെവനെ കൊണ്ട് വായിപ്പിക്കാനുണ്ട്. വേഗം ഹലീമ സ്റ്റാർട്ട് ചെയ്തോ. മെച്ചമായിടും മസ്തലം. പച്ചപ്പട്ടു വിരിച്ചൊരു മച്ചകം പോലെ അഞ്ചുളം. ഗുണവും മണവും സ്വാദും ഗണനീയഭയും സമം.
ഇളങ്ങും കൈകളാൽ വൃക്ഷ ഗണം മിന്നുന്നു നിസ്തുലം. മരങ്ങളിലിരുന്നു ഇരുന്നോരോ നേരോ തരം പക്ഷികളെപ്പോഴും മരന്തമഞ്ചിടും ഇരുന്നോരു തരം പക്ഷികളെപ്പോഴും മരന്തമഞ്ചിടും ചാരും സ്വരത്താൽ പാടും ബിംബമായി മലർത്തൻ മധുകൊണ്ടു. മിസ്സില് 2 ഉണ്ടല്ലോ. ആ ഉണ്ട്. മലർതൻ മധുവുണ്ടുണ്ടു എന്നാണ്. മധുകൊണ്ടുണ്ടു വലഞ്ഞു മധുപാളികൾ ബലം വച്ചു ചിരിക്കുന്നു നിലതെറ്റിയ മാതിരി തളരാതെ തളിർത്ത വിളങ്ങും പൂക്കളെന്നിവ ഇളംതെന്നൽ ചലിപ്പിച്ചു വിളയാടുന്നിതന്നെ അഴകോടമരും നല്ല തഴപ്പേറുന്ന വാഴയിൽ അഴലേശാതിരുന്നുണ്ണാൻ പഴം തിന്നുന്നിതെപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് ഹെവൻ. വായിച്ചോ ഹെവൻ. പോയോ? 11ാമത്തെ ചാപ്റ്റർ വായിച്ചാൽ മതി. മറ്റേതൊരു ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. 10ാമത്തെ 11 വായിക്കും. ഹെവൻ വായിക്കു വേഗം. 11ാമത്തെ ചാപ്റ്റർ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ എടുത്തേ. പച്ചപ്പുല്ലണി പൂട്ടേറ്റം മേത്തുമായി മാസലം പച്ചപ്പട്ടു മച്ചകം പോലെ മഞ്ജുലം മച്ചലം പോലെ മഞ്ജുലം ഗുണവും മണവും സ്വന്തം ഗുണവും മണവും സ്വാദും കാമം ഇണങ്ങും കായ്കളാൽ മിന്നുന്നു നിസ്തുലം മരങ്ങളിൽ ഇരുന്നോരോ പക്ഷികളെ പോഴും മരന്തമഞ്ചിടും ഇമ്പമായി പാടുമിമ്പമായി. ഇമ്പം നല്ല സ്വരത്തില്. മധുവുണ്ട് വലഞ്ഞു മധുപാളികൾ ബലമറ്റു ചിരിക്കുന്നു. നില മതി തളരാത്തെ തളിർക്കൂട്ടം വിളങ്ങും പൂക്കളെന്നിവ ഇളം തെന്നൽ ചലിപ്പിച്ചു വിളയാടുന്നിതെങ്ങുമേ നല്ല തഴപ്പേറുന്ന വാഴയിൽ പഴം തിന്നുന്നത് എപ്പോഴും. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ മക്കളെ?
ഓക്കെ, ആതിര വായിച്ചോ. ഏതൻ തോട്ടം. വായിച്ചോട്ട് മിസ്സേ. ആരാണ്? ശ്രീവിഷ്ണു ആണോ? എന്നാ ശ്രീവിഷ്ണു ആയിക്കട്ടെ. ശ്രീവിഷ്ണു അതാ പോയോ? ശ്രീവിഷ്ണു വായിച്ചോ? ശ്രീവിഷ്ണു 3:87 ഇന്ന് നമുക്കൊരു സൂം കട്ടാവുന്നില്ല. അതുകൊണ്ട് 5th ക്ലാസ്സിന്റെ ക്ലാസ് ഞാൻ എടുത്തെടുത്ത് 17 വരെ പോയി. 3:17 പോയി, 2:30 തുടങ്ങിയ ക്ലാസ്. അപ്പോഴാണ് ഞാൻ നിങ്ങളിൽ ലേറ്റ് ആയത്. അതുപോലെ ഇപ്പം 3:87 നമുക്ക് ഇതൊന്നും കാണിച്ചില്ല ഇന്ന് ടൈം. അപ്പൊ സൂം ഓൾറെഡി കട്ടാവുന്നില്ല. ഓക്കെ, ആതിര വായിച്ചോ. ശ്രീവിഷ്ണുവിനെ കിട്ടുന്നില്ല. ഏതൻ തോട്ടം. പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടുമ സ്ഥലം പച്ചപ്പട്ടു വിരിച്ചോരു മച്ചകം പോലെ മഞ്ജുളം ഗുണവും മണവും സ്വാദും ഗണനീയഭയും സമം ഇണങ്ങും കായ്കളാൽ വൃക്ഷം ഗണം മിന്നുന്നു നിസ്തുലം മരങ്ങൾ ഇരുന്നോരോ തരം പക്ഷികൾ എപ്പോഴും മരന്ത മഞ്ചിടു ചാരു സ്വരത്താൽ പാടുമിമ്പമായി മലർതൻ മധുവുണ്ടുണ്ടു വലഞ്ഞു മധുപാളികൾ ബലമറ്റു ചിരിക്കുന്നു നിലത്തെറ്റിയ മാതിരി തളരാതെ തളിർക്കൂട്ടം വിളങ്ങും പൂക്കൾ എന്നിവ ഇളം തെന്നൽ ചലിപ്പിച്ചും വിളയാടുന്നിതെങ്ങുമേ അഴകോടമരും നല്ല തഴപ്പേറുന്ന വാഴയിൽ അഴലേശാതിരുന്നു ഞാൻ പഴം തിന്നുന്നതെപ്പോഴും. ഓക്കെ, അപ്പോ ബൈ, സി യു. നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. ഓക്കെ, ബൈ, സി യു, ബൈ. എല്ലാരും ഇറങ്ങിപ്പോയി.